അത് ബ്രോടെ ചില സഹകരിച്ചിട്ട് പരിശുരാജ. Hey guys, welcome back to Vlog. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് 7 second food challenge. Guys, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 7 second food challenge ആണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 7 സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഉത്തരം പറഞ്ഞു തീർക്കണം. ആ ഉത്തരം പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണ് ഉത്തരം പറയുന്നത് അയാളായിരിക്കും ആ ചലഞ്ചിൽ വിന്നർ. സോ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുഡ് ഐറ്റം കിട്ടുന്നതായിരിക്കും. 7 സെക്കൻഡിനകത്തുള്ളിൽ പറയണം. ചിലപ്പോ ഞാൻ 3 പറഞ്ഞു, നീ 4 പറഞ്ഞു, ഇവൻ 7 പറഞ്ഞു, അവൻ 6 പറഞ്ഞു. 3 പറഞ്ഞ ആള് ജയിക്കും. അപ്പം അവർക്ക് മനസ്സിലാവും, അവർക്കൊക്കെ മനസ്സിലായി, അവര് മണ്ടന്മാരല്ല. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഫസ്റ്റ് ആരാ അക്കരയ്ക്ക് ബോട്ടുള്ളപ്പോ നീന്തി പോയവനെ നിന്റെ ഷർട്ട് മുണ്ടൊന്ന് അഞ്ഞിലടാ കുരുത്തം കെട്ടവനെ ആബി. പറഞ്ഞോ, തുടങ്ങിയോ? കോക്കനട്ട്, ബനാന ട്രീ, പാം ട്രീ, അയ്യോ അറിയത്തില്ല, കഴിഞ്ഞില്ലേ? ബാക്കി എനിക്ക് അറിയത്തില്ല. ഓയ്യോ, മാംഗോ ട്രീ, പേരക്ക ട്രീ, അല്ല സോറി പപ്പായ ട്രീ. ഇംഗ്ലീഷ് പറയല്ല, മലയാളത്തിൽ പറഞ്ഞ പോലെ എനിക്ക് മലയാളത്തിൽ പറയായിരുന്നോ? പിന്നെ സോറി ഗൈസ്, ഞാൻ മലയാളം ഔട്ടായി. ആപ്പിൾ, മുന്തിരി, പേരയ്ക്ക, ഇല്ല പിന്നെ ഇതൊക്കെ 5 ഫ്രൂട്ട് ഏതൊക്കെ? ആപ്പിളും പറയും, തക്കാളിയും പറയും, അത് കൂടുതൽ പറയും. അപ്പൊ എന്തായാലും നെക്സ്റ്റ് എന്റെ അവസരം. കുഴപ്പമില്ല, നന്നായിട്ട് ട്രൈ ചെയ്തു. ഹീമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, അയൺമാൻ. ഓക്കെ, 5 സെക്കൻഡ്. 5 സെക്കൻഡിൽ ആൻസർ പറഞ്ഞു. Game of Thrones, Walking Dead, Night of the Seven Kingdoms, Friends. കഴിഞ്ഞ റൗണ്ട് ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, ഈ ഹീമാനും ബാഷ്മാൻ എല്ലാം കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടല്ലേ? ഞാൻ ചുമ്മാ അത് പറഞ്ഞു കിട്ടതാ. ഫസ്റ്റ് റൗണ്ട് അപ്പൊ അങ്ങനെ ജയിച്ചത് നമ്മുടെ കൊമ്പനാണ്. ഓ, പൊങ്ങാത്തത് കറക്റ്റ് കഴിഞ്ഞ വെച്ചു വന്നതായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്കറിയില്ല. ഞാൻ പറയണ്ടേ, നീ കാർട്ടൂൺ ക്യാരക്ടർ മണി ഹീസ്റ്റ്, വൺ പീസ്, ഗെയിം ഓഫ് ത്രോൺസ്. എടാ ഞാനല്ല പറയണ്ടേ, ഹൗസ് ഓഫ് ഡ്രാഗൺസ്. ഓർമ്മ നാളെ പോയി, അതാ നാളെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ തന്നെ ഗായ്സ്, ഫസ്റ്റ് റൗണ്ടിൽ ആക്ച്വലി ഇപ്പൊ ക്രൂ ഭയങ്കര പിശുക്കാണ് കേട്ടോ. ഇപ്പൊ ഈ ഇടയായിട്ട് ഭയങ്കര എനിക്ക് ക്രിസ്പെല്ലോ ഇഷ്ടമല്ലെന്നായിരിക്കും. ഇഷ്ടമല്ലെങ്കിൽ കൂടെ തന്നോ, നമ്മള് ചോദിച്ചോളാം. ഇതെന്ത് ഇതിന്റെ അകത്തെന്താ? ഇത് ഞാൻ കഴിച്ചോളാം. ഇതിപ്പോ നമുക്ക് അങ്ങനെ സമയം കളയണ്ടല്ലോ, അടുത്ത് തുടങ്ങിയോ? പ്ലേ സ്റ്റോർ, ഫേസ്ബുക്ക്, അയ്യോ പ്ലേ സ്റ്റോർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, പബ്ജി, ഫ്രീ ഫയർ കഴിഞ്ഞല്ലേ? ഇത്രയും നല്ലൊരു പ്ലേ സ്റ്റോർ 2 പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു. പ്ലേ സ്റ്റോർ, ഇൻസ്റ്റാഗ്രാം 2 പ്രാവശ്യം പറഞ്ഞു. പ്ലേ സ്റ്റോർ 2 പ്രാവശ്യം പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും പറയാനുണ്ട് 7 സെക്കൻഡ് മറ്റേ 10 സെക്കൻഡ് ആക്കണം. എനിക്ക് 7 മതി. കാറ്, ബൈക്ക്,
വിമാനോ ബിൽഡിങ്സ് അല്ല, താറ്, മാന്, ആളാള് മാൻ. മാൻ. ഓ മാൻ. എത്ര പറഞ്ഞ? 3. അത് ബീച്ചാ. കോൺസെൻട്രേഷൻ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിട്ടൊന്നും കിട്ടില്ല കേട്ടോ. Name 5 girlfriends of you. ചുമ്മാ അറിയായിരുന്നല്ലോ, ചുമ്മാ പേരൂരാ. കഴിഞ്ഞ്. അതെന്താ ചുമ്മാ പറയാനായിട്ട് പറ്റത്തില്ല തനിക്ക്? ചുമ്മാ പെണ്ണുങ്ങളുടെ പേര് അല്ലായിരുന്ന അങ്ങനെ പറയുമ്പോ രമ്യ, മിഞ്ഞു, മഞ്ജു മനസ്സിലെല്ലാം വന്നു. 3 സെക്കൻഡിൽ വന്നല്ല അതിന്റെ. പക്ഷെ പറയാനുള്ള ഒരു ത്രാണി വന്നില്ല. അതല്ല പ്രശ്നമാവും. Next one. Question next. ജെക്ടനുള്ള ക്വസ്റ്റ്യൻ. Name 5 singers. യേശുദാസ്, എം ജി ശ്രീനിവാസൻ, ജയശങ്കർ, റഹ്മാൻ, അലി. അലിമോറ. എന്നാലേ എം ജി ശ്രീനിവാസൻ എന്ന് പറഞ്ഞു. എം ജി ശ്രീകുമാറാ. പിന്നെ ജയശങ്കർ അതാരാ? ജയശങ്കർ ആരാ? ജയശങ്കർ ഉണ്ട്. എം ജി ശ്രീകുമാർ, എം ജി ശ്രീനിവാസൻ. ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ 3 ശ്രീനിവാസൻ പാട്ടായിരുന്നു. ഇല്ല, എം ജി ശ്രീകുമാറാണ്. അതെന്താ? അലിയൊക്കെ പറഞ്ഞ കൈ നിർത്തിട്ടാ. അത് അലിന്നൊക്കെ കൈ നിർത്തി. ഏതലിയ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനി അബി ഉണ്ടല്ലേ? അബി. ഞാൻ തറ പറഞ്ഞു. 3 Abhi, ആ name 5 sports. ആ ക്രിക്കറ്റ്, ഫുട്ബോള്, ബാഡ്മിന്റൺ, ഹാൻഡ്ബോൾ, ത്രോ ബോൾ. ഓ അത് ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ബാഡ്മിന്റൺ, ഹാൻഡ്ബോൾ, ത്രോ ബോൾ. തരൂ. ഗൈസ് അബിക്ക് സെക്കൻഡ് റൗണ്ടിൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ, പിശുക്കന്മാർ. കപ്പ് കേക്ക് സൂപ്പർ സാധനമല്ല. ഇത് ഇലക്ഷൻ സെക്കൻഡ് റൗണ്ടിലേക്ക് ഇച്ചിരി കൂടെ വലുത് കൊടുക്കാം. വലിയ കപ്പ് കേക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഈ reel ഞാൻ കണ്ടു. ഇത് ലക്ഷറി സാധനം കണ്ടില്ലേ, ഗോൾഡിലൊക്കെ അല്ല, ഈ റീല് കണ്ടായിരുന്നല്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ അവൻ കണ്ടുപിടിച്ചു. അതെ, ഞാൻ ചെയ്തത്. എനിക്കറിയത്തില്ലായിരുന്നു ഇവരെ വിളിച്ചത്. നമ്മളിങ്ങനെ പൊളിക്കണ്ടപ്പോ അവൻ പഠിച്ച്. അതെ. അങ്ങ് പ്ലക്ക് ചെയ്യുന്നേ. അതാ. ഓ എന്ത് കടിച്ചത്? കടിച്ചില്ല. അതിന് ഞാൻ ഒരു കാര്യം പറ്റേ, നമുക്ക് ഇതിന്റെ റീല് കാണേണ്ട കാര്യമില്ല. നമ്മൾ പണ്ടുപോലെ ഈ സാധനം ഇങ്ങനെ ചെറുത് നമ്മളിങ്ങനെ തന്നെ പണ്ടുപോലെ ചെയ്യുന്നത്. ഇതിന്റെ പേപ്പർ ടൈപ്പാണ്. പേപ്പർ ടൈപ്പ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും പേപ്പർ ടൈപ്പ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പേപ്പർ ടൈപ്പും അങ്ങനെ ചെയ്യണ്ടല്ലോ, ചുമ്മാ അങ്ങ് ഇളക്കിയാ വരും. അല്ല, പേപ്പറിലും അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ പേപ്പറിലും ഇരിക്കുന്നത്. അതുകൊണ്ട് പേപ്പർ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാറ്. ഞാനിങ്ങനെ പൊളിച്ചെടുക്കാറ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യും ആ സാധനം വിടത്താനായിട്ട്. ഞാൻ അങ്ങനെ ചെയ്യാം. അതെന്താ? ഇല്ലെങ്കിൽ ചിലപ്പോ ഞാനത് ഫുള്ള് വായിലിട്ട് അല്ലെന്ന് ബ്രോന്റെ തള്ളാന്നുള്ള കാര്യം മനസ്സിലായി. കഴിക്കത് ഇത് ഒരു കേക്കല്ലേ, ഇത് കഴിക്ക് പടപടാന്ന് അങ്ങോട്ട്. ബ്രോ അതെന്താ മണക്കാൻ അല്ല, ഇതിനകത്ത് ലൈറ്റ് വെച്ച റിംഗ് ലൈറ്റാ. മറ്റേ ബ്രോ ഇത് കൊണ്ടുപോയിട്ട് റിംഗ് ലൈറ്റ് ആക്കിയോ. സ്പോട്ട് ലൈറ്റ്. അങ്ങനെ ഞാനാണല്ലേ. കോൺസെൻട്രേഷൻ അറ്റ് ഇറ്റ് സ്പീക്ക്. ആ 5 names starts with A. അർജുൻ, അശോക്, അലൻ, അഭിജിത്ത്, അബി. ഓ അവസാനം എന്നെ വിളിച്ചു. ബാക്കി 4 സെക്കൻഡ്. ബാക്കി 4 സെക്കൻഡ്. ഓ മൈ ഗോഡ്, ഇമ്പോസിബിൾ. എന്റെ അമ്മേ, 3 സെക്കൻഡിൽ അപ്പൊ 5 എണ്ണം പറഞ്ഞു. മോത്ത ബ്രോ. അടുത്ത ബ്രോയാ. Name 5 jobs. ബിസിനസ്മാൻ, പോലീസ്മാന്, കോൺസ്റ്റബിള്, ക്യാമറമാന്, കോണ്ടന്റ് ക്രിയേറ്റർ, പിന്നെ അല്ല, പോലീസ്മാനിലല്ലേ കോൺസ്റ്റബിൾ വരത്തുള്ളൂ. കോൺസ്റ്റബിളിന് പോലീസ് അല്ലല്ലോ, പിന്നെ മറ്റേ വേറെ എന്തെങ്കിലും വള്ളക്കാരാ, തുളച്ചിലാരനാ. കോൺസ്റ്റബിൾ ആണോ? അത് പറഞ്ഞേ, ഏതാണ് പറഞ്ഞേ? വാച്ച്മാൻ, ഡെലിവറി ബോയ്, എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇലക്ട്രീഷ്യൻ. Name 5 countries starts with A. അമേരിക്ക, ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, അതിപ്പോ വേറെ ഇതല്ലേ? തായ്ലാൻഡ്, അന്റാർട്ടിക്ക,
അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്ക രാജ്യമല്ല കേട്ടോ. അർജന്റീന അന്റാർട്ടിക്ക കോണ്ടിനെന്റ്. ആഫ്രിക്കൻ രാജ്യമല്ല. ആഫ്രിക്കയും അൽബാനിയ, അർമേനിയ, അർജന്റീന, അർജന്റീന, അമേരിക്ക. അടുത്ത കൊന്നരെ. എടാ എനിക്കെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടെൻഷൻ ആവണം ഓ, പേര് ഇംഗ്ലീഷ് ഇതിനൊരു ത്രില്ലുള്ളൂ. Name 5 clothing brands. അഡിഡാസ്, പ്യൂമ, ലൂയിസ് ഫെലിപ്പെ, CK, അർബൻ മങ്കി, ഹൈവെക്സ്. മതി മതി മതി. അല്ലല്ലോ അർബൻ മങ്കി ഇങ്ങനെ യു അല്ലേ? അതല്ല. അർബമംഗി അല്ല. ലൂയിസാ. ലൂയിസ് ഫിലിപ്പ്. ആ. ആ അല്ല ബ്രാൻഡിന്റെ പേരാണല്ലോ പറഞ്ഞുള്ളൂ. 6 പറഞ്ഞു തോന്നുന്നു അല്ലേ? 5 പറഞ്ഞു. അർബൻ മങ്കി ഉണ്ട്. ഉണ്ട്. 6 സെക്കൻഡ്. ഓ ഓർമ്മ കംപ്ലീറ്റ് ചെയ്തല്ലോ ബ്രോ, കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. ഞാൻ വിചാരിച്ച ആദ്യം ഹൈവെക്സ് ആയിരുന്നു. So guys, അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ട് വിജയിച്ച എനിക്ക് ഇവനാണ് കിട്ടിയേ. ആ പിന്നെ പറഞ്ഞില്ലേ അവിടെ 3 സെക്കൻഡിലാണ്. ഞാൻ 4 സെക്കൻഡ് പറഞ്ഞായിരുന്നു. ബ്രോ ഈ പറയുന്നതിലല്ല, നമ്മൾ കുറഞ്ഞ ടൈമിൽ പറയണം. ആക്ച്വലി എനിക്ക് റൗണ്ട് ഇച്ചിരി ടഫ് കുറവായിരുന്നു. എനിക്ക് എളുപ്പമായി പോയി. ചലഞ്ച് തോറ്റാല് പ്രിയങ്ക ചോപ്ര, കത്രീന കൈഫ. അല്ല ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇത് ഫുള്ള് കുടിച്ചു വെക്കണോ? ആ ചലഞ്ച്. അതാ ചലഞ്ച്. 5 സെക്കൻഡ്. അയ്യോ കണ്ണു വെച്ചു കള്ളൻ. ഞാൻ ഈ സാധനം കണ്ടിട്ട് ഞാൻ എന്നെ കണ്ണു വെക്കുമ്പോ ഇതാ പൊട്ടുന്നേ. അതിനകത്ത് കണ്ണു വെച്ചെന്നല്ല പറയുന്നേ. അതിന്റെ പവർ പോകുന്നയാ. അതിന്റെ ഇല്ല ഇത് 4ാമത്തെ 5ാമത്തെ ആണ്. ഇതൊക്കെ ഓരോരോ സ്ഥലത്ത് ഞാൻ പോയി മേടിക്കുക. എനിക്കിത് ഇല്ലെങ്കിൽ ഇപ്പൊ പറ്റുന്നില്ല. എടുക്കാതെ കുടിച്ചോണ്ടിരിക്കേ. അവർക്ക് മറ്റേ ഇത് പ്രൊമോഷൻ എടുക്കുകയാണെങ്കിൽ കോപ്പറേറ്റ് കൊടുത്തേക്കണം. മരിച്ച് പയ്യൻ മരിച്ച്. അല്ല ഇനി നമ്മൾ ഫുൾ ചലഞ്ച് നമ്മൾ ജയിച്ചത്. കിളി പറഞ്ഞിരിക്കാം. എനിക്ക് ഫുഡ് തരട്ടോ. മുള്ളി പോണോ? ഫുഡ് തരില്ല. അതുകൊണ്ട് ചലഞ്ച് തോറ്റ് കളയില്ല തന്നെ. ഇനി ഞാൻ തോക്കും. കാരണം എനിക്ക് ഇനി ഫുഡ് തരത്തില്ല. എന്റെ വയറ് പറഞ്ഞു. ഈ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇനി ജയിക്കാൻ പോകുന്നില്ല കേട്ടോ. Name 5 things that fly but aren't birds. എയറോപ്ലെയിൻ, ജെറ്റ്, റോക്കറ്റ്, സണ്ണ്, മൂണ്. കണ്ണ് മൂണല്ലേ? കണ്ണ് മൂണ് പറക്കില്ല. അത് ബ്രോടെ ചില സാഹചര്യത്തിൽ. അല്ല ഞാൻ ചോദിക്കട്ടെ വേറെ എന്തൊക്കെയാ ഉള്ളത്? എയറോപ്ലെയിന്, റോക്കറ്റ്, സ്പേസ്ഷിപ്പ്, ഹെലികോപ്റ്റർ. പറക്കണല്ല, അത് ഫ്ലോട്ടിംഗ് ആണ്. ഹെലികോപ്റ്റർ, ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഹെലികോപ്റ്റർ ഉണ്ട്, ഫൈറ്റർ എല്ലാം ജെറ്റ്. എടാ തുമ്പി, ഈച്ച, കൊതുക്. ബേഡ്സ് അല്ലെന്നാ പറഞ്ഞില്ലേ? അത് birds ആണ്. ആ ശരിയാ. മൈന. മൈനെ. മൈന പറക്കും. മൈന ബേഡല്ലോടോ മണ്ട. ബേഡല്ലേ? ബേഡല്ലേ? ഓ ഇൻസെക്ട്സ് മസ്കിറ്റോ, ഹണി. അപ്പൊ ബ്രോ തോറ്റല്ലോ ഈ ചലഞ്ചില്. ഈച്ച, കൊതുക്. ഞാൻ എയർപ്ലെയിൻ ഒന്നും ഇല്ല. എയർപ്ലെയിൻ പറക്കുമല്ല. പിന്നെന്താ? അത് ഫ്ലോട്ട് ചെയ്യുക എയറില്. ഹെലികോപ്റ്റർ പറക്കുവാണ്. മനസ്സിലായ? ഹെലികോപ്റ്റർ ഒരെണ്ണം പറഞ്ഞു ഉത്തരം. അപ്പൊ പ്ലെയിനിൽ മറ്റേ സാധനം അപ്പൊ പറക്കുക. മറ്റേ ചിറകിന്റെ ഇതിൽ ഇങ്ങനെ പോവായിരിക്കും അല്ലേ? അല്ലാണ്ട് മറ്റേ മിന്നൽ മുരളിയൊക്കെ പറഞ്ഞു വരുന്ന സൂപ്പർമാൻ. പോട്ടെ. പോയി. Name 5 things that floats on water. താറാവ്, ബോട്ട്, ഷിപ്പ്, പേപ്പർ ബോട്ട്. പേപ്പർ ബോട്ടാ? ആ പേപ്പർ ബോട്ട്. അന്ന് പിന്നെ മറ്റേ ബോട്ട് എന്തിനാ നീ പറഞ്ഞേ? ഇരുമ്പ് ബോട്ട്. എല്ലാം ഫ്ലോട്ട് ബോട്ട്, പേപ്പർ ബോട്ട്. കല്ലിന്റെ ഫ്ലോട്ട്. അതെ ഞാൻ പറഞ്ഞ അന്ന് പിന്നെ ഇരുമ്പ് ബോട്ട്, മറ്റേ പ്ലാസ്റ്റിക് ബോട്ട്, പേപ്പർ ബോട്ട് എന്ന് പറഞ്ഞാൽ പോരെ? മതി. അത് അങ്ങനെ പറയാമോ? 5 മലയാളം മൂവീസ്. ആവേശം, ബാക്ക്വേർഡേഴ്സ്, പരിശുരാജ. അയ്യോ ഞാനത് കോൺസെൻട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പം ആലോചിക്കുമെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ തന്നില്ലെന്ന് പറഞ്ഞു. എന്റെ എല്ലാം കൂടെ മൈൻഡിൽ കയറി കിടന്ന്
എനിക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി. ഒരു 5 പറഞ്ഞു. പഴശ്ശിരാജ കണ്ടിട്ടില്ലേ? പഴശ്ശിരാജ പഴശ്ശിരാജ പരശുരാജ എന്ന് പറഞ്ഞ ആ ക്വാളിഫൈ ചെയ്തേക്ക്. രണ്ടെണ്ണം പറഞ്ഞോ ഞാൻ. ആ പോട്ടെ. അപ്പൊ എടുത്ത് കൊടു, ഫുഡ് എടുത്തോട്. ഞാൻ ഓൾറെഡി വിറ്റ് കൊടുത്തേക്കല്ലേ തോറ്റെന്ന് പറഞ്ഞു. അമ്മയെ കഴിച്ചു. Name 5 Indian festivals. ഓണം, തിരുവാതിര, കഥകളി, കരടി, കളരി, ഓട്ടത്തുള്ള കളരി ഓട്ടത്തിൽ കഥകളിക്ക് എങ്ങനെ ഫെസ്റ്റിവൽ ആവണം? അല്ല ഈ കളരി ഓട്ടത്തൊന്നുള്ള എന്താ ഒരു ലോഡ് കളരി ഓണോക്കെ പിന്നെ അതെ ഓട്ടത്തുള്ളല്ലേ ഓട്ടത്തുള്ള ലാസ്റ്റ് പറഞ്ഞേ. ഓണം തിരുവാതിര ഇങ്ങനെ ഫെസ്റ്റിവലാണ്. കളരിക്ക് വരെ കരടി എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും തോറ്റു. സോ ഗൈസ്, അപ്പൊ നമ്മുടെ 4th റൗണ്ടിൽ വന്നിരിക്കുന്നത് ബർഗർ ആണ്. ബർഗർ പിടിയടാ വന്ന ഇത് എന്താ ഇവർ എന്തൊരു ഡിലേ ഒരു ഫുഡൊക്കെ മേടിക്കണേ പടപടാതെ മേടിച്ച് കഴിക്കാനുള്ളതിന്. അതെ അങ്ങനല്ല, ആ ടൂത്ത്പിക്ക് വെച്ച് കുത്തിയിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഇങ്ങനെ ശരിക്കും കഴിക്കേണ്ടത് അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയില്ലേ കഴിക്കാനായിട്ട്. പിന്നെ താൻ തന്നെ തളമുണ്ട് നോക്കിയിരിക്കുകയായിരുന്നു ഒരു സാധനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. അടുത്ത റൗണ്ടിലോട്ട് വാ. അതെ അത് കഴിക്കട്ടെ. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് ഇതെനിക്ക് പാനിക്കായി, ഞാൻ മരിച്ചു പോകുന്നുള്ളൂ. ജക്ടർ എന്തായാലും ഈ കളി പൊട്ടി ഗൈസ്. കാരണം 3 റൗണ്ട് ജയിക്കണം. ഈ കളി 3 റൗണ്ട് ജയിച്ചാൽ ഈ കളി ജയിക്കത്തില്ല. പറഞ്ഞില്ലേ ഇവൻ താടി മ്യൂസിക് പഠിക്കുമ്പോ എന്ത് രസമായിരിക്കും. So guys, let's go to the next round. Name 5 chicken dishes. ചിക്കൻ പെരി പെരി, ചിക്കൻ അൽഫാം, ചിക്കൻ മന്തി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ. 2 സെക്കൻഡ് ബാക്കി. രണ്ട് പെരി പെരി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒറ്റ പേര് പറഞ്ഞത്. ഇനി പ്രോട്ടക്ഷൻ ആണോ? നീ തോളത്ത് പോയി. Name 5 cricketers. സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി, വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ. 1 സെക്കൻഡ് ബാക്കി. ഓ യു ബീറ്റഡ് മീ. അയ്യോ അല്ല ഇല്ല ബ്രോ, തോറ്റു. ഞാനൊരു കാര്യം പറ്റേ, ഒന്നും പറയണ്ട, തോറ്റു. കൺഗ്രാറ്റ്സ് ബ്രോ. ഇല്ല എന്താ 2 സെക്കൻഡ് അല്ലേ എനിക്ക് ബാക്കി. എനിക്ക് കിട്ടുന്നില്ല. ഇവിടെയൊക്കെ 3-4 സെക്കൻഡ് ഒക്കെ ബാക്കി വരും. എനിക്ക് കിട്ടുന്നില്ല. നല്ല ടഫാ. ഞാനേ അല്ലെങ്കിൽ എനിക്ക് ജക്ടറിന് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പാ. 100%. Name 5 footballers. മെസ്സി, റൊണാൾഡോ, റൊണാൾഡീനോ, സുനിൽ ഛേത്രി, ജിങ്കൻ. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ പ്ലേസിന്റെ പേര് പറഞ്ഞു. നീ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ അല്ലായിരുന്നോ? ബ്ലാസ്റ്റേഴ്സിലെ പ്ലേസിന്റെ പണ്ടത്തെ പ്ലേസിന്റെ പേര് ഇട്ടുകൊടുത്തതാ മനസ്സിലായി. നെക്സ്റ്റ് വൺ. ഇനി എന്താ പറയാ, അടുത്തെന്താ പറയാ, ഹോക്കിയാ. ഹോക്കി Name 5 മലയാളം actress. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, സായികുമാർ, ശ്രീകുമാർ. 2 സെക്കൻഡ്. പക്ഷെ ഒരു അവസരം ഞാൻ കേട്ടതാ, പക്ഷെ അവരത് പറഞ്ഞ് പകുതി കേട്ടുള്ളവൻ. അതാ ആക്ടർ എന്ന് പറഞ്ഞത് നമ്മൾ പറയുന്നില്ല ആക്ട്രസ്. ഗൈസ്, അപ്പൊ ഇതിപ്പോ ആരാ ജയിച്ചേ? ഇത് സത്യം പറഞ്ഞ ജക്ടർ ജയിച്ചേ. കാരണം അറിയോ, കറക്റ്റ് ആയിട്ട് 5. തനിക്കിപ്പോ ഗ്രാഫ് കയറണായിരിക്കും. അല്ല ജക്ടർ ജയിച്ചത്. സ്പീഡിൽ പറഞ്ഞത് അവനാ. പക്ഷെ ആക്ട്രസ് മാറി ആക്ടർ ആയി. അവൾമാരെ സാരി പിടിപ്പിച്ച് നിർത്തായിരുന്നു മമ്മൂട്ടിനെ, മോഹൻലാലൊക്കെ. പെണ്ണുങ്ങളല്ല. അപ്പം എന്ത് പറയാനാ, കൂടെ എനിക്ക് തനിക്കില്ല തോറ്റേനാ.
So guys, അങ്ങനെ നമ്മുടെ അബിക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ തന്നെയാണോ നോക്കട്ടെ ചിക്കൻ കാണുന്നില്ല ഇതിനകത്ത് തപ്പിയൊക്കെ ഉണ്ട് ഉണ്ട് ഒരു പീസ് ഉണ്ട് ലെഗ് പീസ് ആണോ അത് സ്റ്റോപ്പ് വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞെക്കിട്ട് രണ്ട് പിടി അടിച്ചിട്ട് ഓണാക്കി സ്റ്റോപ്പ് വാച്ച് മീൻസ് മറ്റേ ടൈം ട്രാവൽ ഇല്ല അത്രയുള്ള അതിനുള്ള ബുദ്ധിയുള്ളൂ സോറി ടൈം ട്രാവലർ അല്ലല്ലോ അതിനെന്താ പറയുന്നത് സ്റ്റോപ്പർ അല്ല താടി മിഷൻ ഇത് തോറ്റല്ലോ കഴിഞ്ഞല്ലോ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞല്ലോ ബ്രോ പറഞ്ഞ രീതി റൂൾ വെച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് റൗണ്ടും കിട്ടിയിട്ടില്ല ബ്രോയ്ക്ക് അപ്പൊ എന്നാ താടി മിഷൻ അല്ല അങ്ങനല്ല പറഞ്ഞേ അടുത്ത 5 മാച്ച് എന്നാ പറഞ്ഞിരുന്നേ അങ്ങനെ തന്നെ പറഞ്ഞത് അടുത്ത 5 മാച്ച് എന്ന് പറഞ്ഞത് അപ്പൊ ഇച്ചുമ്പോ തുടങ്ങിയപ്പോ പറഞ്ഞ എന്തിനാണ് ലാസ്റ്റ് റൗണ്ട് ജയിക്കുന്നത് ലാസ്റ്റ് റൗണ്ട് ജയിച്ചാൽ കിട്ടും ഇത് ഫുഡ് ചലഞ്ച് കൂടെയാണ് തുടക്കം പറഞ്ഞത് കളയാൻ പറ്റും ഒന്നെങ്കിൽ താടി അല്ലെങ്കിൽ മീശ ഏതെങ്കിലും ഒന്ന് കളഞ്ഞു ഏതാടിന്റെ ഷൂട്ട് ആടത്തിലൊക്കെ ഇറങ്ങി ഷൂട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ വരെ ഇറങ്ങി അഡ്വർടൈസ്മെന്റ് ഷൂട്ട് എന്ന് ഏത് അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ഇത് ഇവിടെ നമുക്കും കൂടെ അറിയാലോ എന്നാ പറഞ്ഞേ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഏതാന്ന് പറ കഥ പറഞ്ഞില്ലോ അതിനകത്ത് താടി മിഷൻ പറഞ്ഞോ എന്തൊരു തള്ളു ഇത് ഇല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലോ പറഞ്ഞില്ലെങ്കിൽ ഇനി പഠിക്കത്തില്ല പറഞ്ഞില്ലെങ്കിൽ താ മുട്ടയും കൂടി അടിക്കണം ഞാൻ മറ്റേ വീഡിയോ എടുക്കും ഇതിനകത്ത് എനിക്കില്ലല്ലോ ഉറപ്പാണോ തലമുടിയും കൂടെ ഇത് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ എന്ത് ചെയ്താൻ ബാക്കിന് വിലയില്ലല്ലേ അല്ല വേണ്ട ഒന്നും ചെയ്യണ്ട ബാക്കിന് വിലയില്ലാത്ത ഈ ചലഞ്ചിൽ ഇപ്പൊ ഷർട്ട് ഊരിയിരിക്കാൻ പറ്റുമോ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല കോപ്പറേറ്റ് കിട്ടും ഇല്ല ഇത് ബാക്കിന് വിലയില്ലാത്ത വീട് അയാളെ ചെയ്യോ ചെയ്യാതിരിക്കുക അതൊക്കെ അയാളുടെ മറ്റേ പൗരസ്ത്യനെ ബാധിക്കുന്ന അങ്ങനെ പറയാൻ പാടില്ല വിഷമിക്കട്ടെ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ അയ്യേടാ ഓലത്തവരെ നിനക്ക് 5 ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്നു ക്ലയാന്ന് ട്രിമ്മറൊക്കെ റെഡിയാക്കി വെച്ചേക്കോ പഠിച്ചാ മതി പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ആംബുലർ ആണെങ്കിൽ പറഞ്ഞ പിന്നെ ആ മീശ എടുത്ത് കളയണം മീശുള്ള ആംബുലർക്ക് തന്നെ നാണക്കേടായി ചലഞ്ച് ജയിച്ച നീയാണെന്ന് പറ അതൊന്നും ചെയ്യത്തില്ലേ പഠിക്കാൻ പറഞ്ഞ നീ പഠിക്കത്തില്ലേ അപ്പൊ ഓഫ് കോഴ്സ് ഞാനും പഠിക്കാൻ പറഞ്ഞ അത് മീശയില്ലല്ലോ മീശയൊക്കെ ഞാനിപ്പോ അടിച്ചു ചെയ്യുന്നുണ്ടല്ലോ ഞാൻ മീശയല്ലേ ബ്രോ ഞാൻ മലയ്ക്ക് പോയപ്പോ എനിക്ക് മീശ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പഠിച്ചു വെക്കുന്നുണ്ടല്ലോ മീശ ഉണ്ടായിരുന്നില്ലെന്ന് അവര് പറയുന്നത് ആദ്യമേ പൂട പോലെ മീശയായി പഠിച്ചു പിടിച്ച് ബ്രോ ചിരിക്കണ്ട ബ്രോ വാഗിനല്ല ഇല്ലാത്തവനാ നീ എന്തിനാ ഏറ്റുപിടിക്കണേ പെട്ടെന്ന് എനിക്ക് ബ്രോ ഇത് കാലാണോ ഇത് പിസോടാ ഇതിന് ഇവിടെ വരെ പീസ് അത് കിട്ടിയതാണോ അറിയോ ഒരു പീസ് വന്നപ്പോ ഞാൻ സ്ലോ മോഷൻ ഇങ്ങനെ ബുള്ളറ്റ് ക്രെഡിറ്റ് അല്ലേട്ടാ ഇറ്റ്സ് ഓക്കെ എന്നെ മെത്തി വീണൊന്നുമില്ലല്ലോ ഇവിടെ ഞങ്ങളാ നോക്കിയതാ ഇതിപ്പോ ഉണ്ടല്ലോ മറ്റേ രജനീകാന്ത് ഫിലിം ഉണ്ടല്ലോ രജനീകാന്ത് മറ്റേ വീഡിയോക്ക് ബുള്ളറ്റ് ഇങ്ങനെ വന്നിട്ട് പിടിക്കില്ലേ അതുപോലെ അങ്ങോട്ട് നോക്കാനില്ലാത്തവരെ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അല്ലേ ഒരെണ്ണം പോലും ജയിച്ചില്ലല്ലോ ഓ വൻ തോൽവി ഉണ്ടായിരുന്നു അവന്റെയോ കുളത്തിലായിരുന്നു അങ്ങനെയൊക്കെ തന്നെ വൻ തോൽവി തിന്നാൻ കിട്ടിയോ അതില്ല എനിക്ക് മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾ അപ്പുറത്തിരിക്കുന്നോ ഞങ്ങൾ അപ്പൊ എന്താ റിയൽ വിന്നർ ഈസ് അബിയാണ് ഈ ഗെയിമിലെ എനിക്കും നല്ലൊരു ഗെയിം ആയിരുന്നു അത്യാവശ്യം പോരാടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു അല്ല നിങ്ങളുടെ കൂടെ അല്ല ഞാൻ അവൻ്റെ കൂടെ എത്ര കാര്യം പറഞ്ഞു ഈ വാക്കിന് വല്ലില്ലാത്തതിന്റെ കൂടെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ഗൈസ് ലവ് യു ഓൾ ടാറ്റാ